വാ. അയില വാ. ഹായ്. അപ്പൊ കിങ്ങിണിക്ക് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ് അല്ലേ കിങ്ങിണി? അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഏതാ ഫസ്റ്റ് എടുക്കണ്ടേ? ഒളിച്ചോ. എങ്ങനെയുണ്ട്? ഇഷ്ടായിനാ? ഇഷ്ടായിനി. ഇനി നെക്സ്റ്റ് ആദ്യത്തെ ബോക്സിൽ വരുന്നത് 2 പെൻസില്, റബ്ബർ, അങ്ങനെ അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വരുന്നൊരു ബോക്സാണ്. ഇതെന്നാണ് മനസ്സിലായത് എനിക്ക്. ഇതൊരു ബുക്കാണ്. ഈ ബുക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇതുണ്ട്, ചാവി ഉണ്ട്. അപ്പൊ എനിക്ക് ഈ ചാവി ഇട്ടിട്ട് ഈ ലോക്ക് ഇട്ടിട്ട് ഇത് പൂട്ടി വെക്കാം. ഈ ബുക്കിന് ഇങ്ങനെ ലോക്ക് ഇട്ടിട്ട് വെക്കാം. അപ്പൊ ആവശ്യമുള്ള സമയത്ത് ലോക്ക് തുറന്നിട്ട് എടുക്കാം. അങ്ങനെ ഒരു പുസ്തകം. ഇഷ്ടായിനാ? അടുത്തത് എടുക്കാം. ഇത് അമ്മമ്മേന്റെ ഗിഫ്റ്റാ. കിങ്ങിണിക്ക് വള, ഒരു കമ്മല്. നെക്സ്റ്റ് എന്നാ? ഇതും അതുപോലെ തന്നെ 2 ബുക്കാണ്. ചെറിയ കുഞ്ഞു ബുക്ക്, അതിന്റെ കൂടെ ഒരു പെന്നും ഉണ്ട്. ഇഷ്ടായിനാ? ഇതെന്താന്ന് മനസ്സിലായിനാ? ഇതൊരു അടിപൊളി ബുക്കാ. ഇതിപ്പോ ഒരു കളറിങ് ബുക്കാണ്. കളറിങ് ബുക്ക് എന്ന് പറയുമ്പോ ഇതിന്റെ സൈഡിലെല്ലാം കുറെ കളേഴ്സ് വരും. അപ്പൊ നമ്മൾ വെറുതെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഈ ബ്രഷ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള കളറിൽ ഇങ്ങനെ തൊട്ടിട്ട് ഇവിടെ ഇങ്ങനെ പെയിന്റ് കൊടുക്കാം. അപ്പൊ നിനക്ക് വേറെ തന്നെ വാട്ടർ കളറിന്റെ ആവശ്യമില്ല. ഇതിൽ തന്നെ കളേഴ്സ് ഉണ്ട്. നിനക്ക് ബ്രഷ് എടുത്തിട്ട് വെള്ളത്തിൽ തട്ടിട്ട് ഇതിലിങ്ങനെ ആക്കിയാൽ ഈ യെല്ലോ ഇതിൽ വരും, ബ്രഷിൽ വരും. അത് നിനക്ക് ഇതിൽ ഏതിലാണ് യെല്ലോ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് കൊടുക്കാം. വാട്ടർ കളറിന്റെ ആവശ്യമില്ല. ഓക്കെ, അങ്ങനത്തെ നല്ലൊരു ബുക്ക് ഇത്. നെക്സ്റ്റ് എടുത്തോ. എന്താണെന്ന് മനസ്സിലായിനാ? ഇത് 2 ഭാഗത്ത് ഇവക്ക് ഓരോ കൊമ്പ് വെക്കെ. 2 ഭാഗത്ത് ഓരോ കൊമ്പ് വെക്കാൻ കൊറേ ബുഷ്. ഇഷ്ടായിനാ? ഇതും ഒരു ചെറിയൊരു നോട്ട് പുസ്തകം. പക്ഷെ ഇതിന്റെ മേലെ കൂടി ഇങ്ങനെ കുറെ വെള്ളത്തിലെ കൂടി കുറെ ഇങ്ങനെ ജിമിക്കി പോലത്തെ ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളത്. ഏകദേശം എല്ലാ ബുക്കും ഇവക്ക് ഉപകാരപ്രദമുള്ളതാണ്. ഇവള് സ്കൂളിൽ പഠിക്കുന്ന മോളല്ലേ. അപ്പൊ അതിന് പറ്റിയ ഗിഫ്റ്റാണ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയുണ്ട്? ഇഷ്ടായിനാ? ഇതൊരു വലിയൊരു സെറ്റായിട്ട് വരുന്നതാണ്. ഇതിൽ ബോക്സ്, വാച്ച്, റബ്ബർ, പെൻസിൽ, അങ്ങനെ കുറെ ഇവക്ക് പറ്റിയ തന്നെ. മൊത്തത്തിൽ ഇവക്ക് ഉപകാരപ്രദമുള്ളത് തന്നെ. എന്നായിരിക്കും ഇങ്ങനെ ഷൂ. ഇഷ്ടായിന ഷൂ? ഒരു ഗോൾഡൻ കളറുള്ള ഒരു ഷൂ. നെക്സ്റ്റ് രാവണി. അപ്പൊ കിങ്ങിണിക്ക് ഇപ്രാവശ്യം ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അവൾക്ക് ധാവണിയാ വേണ്ടത്. അപ്പൊ നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് അവൾക്ക് ധാവണിയൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എണീറ്റിട്ട് പിടിച്ചോ. ഇതാണ് കിങ്ങിണിന്റെ ധാവണി. ഇങ്ങനെയാ വരുന്നത്. ഈ ഒരു മെറ്റീരിയലാണ്, വെൽവെറ്റിന്റെ മെറ്റീരിയലില് ബാക്ക് ഓപ്പൺ ഒക്കെ ആക്കിയിട്ട് നല്ലൊരു മോഡലിലാണ് ഇവക്ക് ഒരു ധാവണിയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. അപ്പൊ അതിന് വേണ്ട ഷോളൊക്കെ ഒരു നെറ്റിന്റെ ഷോൾ മേടിച്ചിട്ട് അതിനൊക്കെ ഒരു ലേസൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടില്ല.
ഇഷ്ടായിന ധാവണി? സൂപ്പർ അല്ലേ? അപ്പൊ എത്ര ഗിഫ്റ്റ് കിട്ടി? കൊറേ ഇഷ്ടം പോലെ ഗിഫ്റ്റ് കിട്ടി. മാ പറയട്ടെ, എല്ലാ ഗിഫ്റ്റും ഇഷ്ടായിനാ? പറ, ഗിഫ്റ്റ് ഇഷ്ടായിനൊന്ന് പറ. ഗിഫ്റ്റ് ഇഷ്ടായി. എല്ലാം കൊറേ ഗിഫ്റ്റ്, ഇപ്രാവശ്യം ഒക്കെ വലിയൊരു ആഗ്രഹം, കൊറേ ഗിഫ്റ്റ് ഒക്കെ വേണമെന്നല്ലേ? എല്ലാം കൊറേ ഗിഫ്റ്റ് വേണം, ഗിഫ്റ്റ് പേപ്പറിൽ പൊതിയണം. അപ്പൊ എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് അവിടെ ഒരു കാർട്ടൂൺ ചാനല് ഹെയ്ഡി അല്ലെ, ഹെയ്ഡിയിലുള്ള പിന്നെ കഥാപാത്രം ഹെയ്ഡി വെച്ചിട്ട് കേക്കൊക്കെ ആക്കി കൊടുത്ത് എല്ലാം ഓളെ ഇഷ്ടപ്രകാരം തന്നെ ഇപ്രാവശ്യം എല്ലാം ചെയ്തിനല്ലേ? ഇഷ്ടായിട്ടില്ലല്ലോ? അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു. എല്ലാം ഇഷ്ടായിട്ടില്ലേ കിങ്ങണി? എല്ലാം ഇഷ്ടായിന് കിങ്ങണിക്ക്. അപ്പൊ കിങ്ങണിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നാളെയാണ് ശരിക്കും നടത്തേണ്ടത് അല്ലെ? നാളെയാണ് ഇവളെ ബർത്ത്ഡേ. ഡിസംബർ 12 നാളെയാണ് കിങ്ങണിന്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പൊ നാളെ കിങ്ങിണിന്റെ അച്ഛന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഇത് ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തുന്നത്. അപ്പൊ ഇന്ന് ഇവൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടുന്ന് ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ നടത്തുകയാണ്. ഇന്ന് ഇനിയിപ്പോ ഇവൾ അങ്ങോട്ടേക്ക് പോകും. അപ്പൊ നാളെ ഇനി ഗംഭീരമായിട്ട് അവിടുന്ന് കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടാവും അല്ലെ? കേക്ക് കട്ടിങ്ങും ആഘോഷമൊക്കെ അവിടെ ഉണ്ടാവും. അവൾക്ക് ഇഷ്ടമുള്ള കേക്ക് ഒക്കെ ഓർഡർ ചെയ്ത് അതില് അവളെ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ചാനലിലെ കഥാപാത്രത്തെ പിക്ചറൊക്കെ വെച്ചിട്ടുള്ള കേക്കൊക്കെ ചെയ്ത് കൊടുത്ത്. അപ്പൊ ഈ പ്രാവശ്യത്തെ എങ്ങനെയുണ്ട് ബർത്ത്ഡേ? അടിപൊളിയാ? അപ്പൊ അടിപൊളിയായിട്ട് നാളെയാണ് ശരിക്കും ഉള്ള ബർത്ത്ഡേ വരുന്നത്. അപ്പോ ഇന്നൊരു ചെറിയൊരു ആഘോഷമാണ് കഴിഞ്ഞത്. അപ്പോ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ബൈ. ബൈ.